ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ അതാ പതിവില്ലാതെ കിച്ചണിലാട്ടൊന്ന്. അപ്പോൾ കിച്ചണിൽ കയറുന്നത് ആരും കാണലില്ലല്ലോ, എന്നും കടയിലല്ലേ. അപ്പോൾ അതെ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇത് ടാൻഡഡ് അർഷ് കൊടുന്ന കേട്ടോ, പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ താത്ത വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇറക്കി വെക്കാൻ വിചാരിച്ചിട്ടാണ് അവൾ വരുമ്പോഴത്തേന്. അപ്പോൾ സമയം 9:15 10 മണിയാകുമ്പോഴത്തേന് പോകണം. വേഗം പരിപാടി ആക്കട്ടെ കേട്ടോ. പസ്മിക്കുട്ടി അവിടെ ചായ കുടിക്കുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. ഹായ്. അപ്പോൾ ഇതാ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്താത്ത വരുന്നത് എന്തിനാന്ന് പറഞ്ഞില്ല. ഇത് ബ്ലൗസുകൾ ഞാൻ തയ്ച്ച് വെച്ചാണ്. ഇതൊക്കെ ബട്ടൺസ് വെക്കാനാണ് കേട്ടോ. ബട്ടൺസ് വെക്കാൻ എന്നെ സഹായിക്കാൻ വേണ്ടി വരികയാണ്. ബട്ടൺസ് അല്ല, ഹുക്സ് വെക്കാൻ സഹായിക്കാൻ വരികയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പാഷൻ ഫ്രൂട്ടിൻ്റെ ഹുക്സ് ആണ് കേട്ടോ. അത് ഇതേ ബസ് വന്നു കേട്ടോ. ഇതേ ഈ ബസ്സിലാണ് കേട്ടോ എന്നെ ഓൺലൈനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഓരോ ബ്ലൗസുകൾ വരും കേട്ടോ. അപ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഇതേ ഇവന് സനുവിനെ കാത്തിക്കുന്നുണ്ട്. അപ്പം ഇനിക്ക് ഇപ്പോൾ ഏകദേശം ഒരു 10 ബ്ലൗസ് കഴിഞ്ഞ് ഇനി ഒരു 10 കൂടി ഉണ്ട്. അപ്പം അതും കൂടി തീർത്തിട്ട് വേണം. ടാൻഡടേ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും കിച്ചണിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത്താത്താക്ക് ഞാൻ ചായക്ക് കടിയിട്ട് പഴം പൊഴിഞ്ഞ്, പിന്നെ ഇതാ കാടമുട്ടയും പൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാലില്ല, അതുകൊണ്ട് കട്ടനാണ് കേട്ടോ. സോറി, ക്ഷമിക്കുക. പിന്നെ എന്താ വെച്ചാൽ ഓള് അറിയില്ല, ഓള് ഷോപ്പിലാണുള്ളത്. ഞാൻ എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ വന്നതാണ് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ വേഗം ഞാൻ ഇത് ഉണ്ടാക്കുകയാണ്. അവൾക്ക് ചായക്ക് കൊടുക്കാമല്ലോ വെച്ചിട്ടാണ്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോട്ടെ കേട്ടോ. ഹായ്. അതേ ഒരു മാങ്ങ വീണു. ഇത് കണ്ട, ഞാനങ്ങനെ വരുമ്പോഴാണ് കേട്ടോ എൻ്റെ മുന്നിൽ വീണത്. പിന്നെ ഇത് എന്ത് മാങ്ങയെന്ന് എനിക്കറിയില്ല. കോമാങ്ങ ഒന്നുമല്ല, മൂവാണ്ടേനുമല്ല, വേറെ എന്ത് തരം മാങ്ങ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്താത്ത ബസ്സിൻ്റെ സമയമായപ്പോഴത്തേന് അവൾ പോയി. പിന്നെ അതെ ഞാൻ വീണ്ടും ബ്ലൗസുകൾ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇനി ഒരു 20 ബ്ലൗസും കൂടി ഉണ്ട് തയ്ക്കാൻ. അപ്പോൾ അതും കഴിഞ്ഞാൽ മാക്സിമം ബ്ലൗസുകൾ കഴിയും. പക്ഷേ അതിൻ്റെ ഇടയിൽ ചുരിദാറുകളും വേറെ ഉണ്ട് കേട്ടോ. പള്ളിക്കൊക്കെ പിന്നെ മൂത്തമ്മ ഇടറാ, മൂത്തമ്മൊക്കെ പോയി. അപ്പോൾ അതാ കളിയൊക്കെ കഴിഞ്ഞ് ഇനി എന്തിനാ ഫോണ് പോവല്ലേ, വീട്ടിൽ പോവുക. അപ്പോൾ ഗായ്സ് ഇന്ന് തീരെ അപ്പോൾ ഇന്ന് തീരെ വയ്യ കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് നേരത്തെ പോകാമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു 7 മണി 9 മണിയൊക്കെ ആകും പോവാൻ. ഇതേ കല്യാണം കേട്ടോ, കല്യാണം. എനിക്ക് ക്ഷണമുണ്ട്. ഈ കല്യാണത്തിൻ്റെ വർക്കുകളാണ് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ ഇത് എടുത്തോക്കട്ടെ. അപ്പോൾ ഇതേ കല്യാണപ്പെണ്ണിൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. ഒന്നും കഴിഞ്ഞിട്ടില്ല, ആകെ ഇനി 3-4 ദിവസം കൂടി ഉള്ളൂ. ഞങ്ങൾ വൈകിട്ടായപ്പോൾ അതേ കുറ്റിപ്പുറത്തി ദുബായ് ഡ്യൂട്ടി ഷോപ്പിലേക്ക് വന്ന്. അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർഷ് കുറേ ദിവസത്തേക്ക് കൂളർ വാങ്ങാമെന്ന് പറയുന്നത് കേട്ടോ. നല്ല ചൂടല്ലേ, ഷോപ്പിലാണെങ്കിൽ നല്ല ചൂടാണ്, വീട്ടിലാണെങ്കിലും ചൂടാണ്, ഒരു സുഖമില്ല. അപ്പോൾ കൂളർ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയിന്ന് കേട്ടോ. 3000 രൂപയാണ് പറഞ്ഞത്. എന്തായാലും തൽക്കാലത്തിന് അർഷ് വീട്ടിലേക്ക് വാങ്ങട്ടെ, പിന്നെ എന്താ പറയുക ഷോപ്പിലേക്ക് പിന്നെ വാങ്ങാൻ വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഷോപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഷോപ്പിൽ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് പ്രൈസ് നോക്കിയിട്ട്. അപ്പോൾ അത് നല്ല രസമല്ലേ, 1200 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വാങ്ങിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോയത് കേട്ടോ. നമ്മളുടെ ഫ്രണ്ടിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, നസ്രാക്കാൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതാ വീട്ടിലെത്തി അൺബോക്സിങ് അസ്മിയ കുട്ടനെ തന്നെ അൺബോക്സിങ് ചെയ്യാൻ വിചാരിച്ചിട്ടോ. ആളറിയില്ല ഞങ്ങൾ വാങ്ങാൻ പോയതൊന്നും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പ് പോലെയല്ലേ. പിന്നെ റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ സ്പീഡുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് പറയുക, കാറ്റ് നമ്മൾ ഇരിക്കുന്ന സ്പോട്ടിലേക്ക് മാത്രമേ കിട്ടുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാറ്റ് ഉണ്ടാവില്ല കേട്ടോ.
പിന്നെ അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ. പിന്നെ നമ്മൾ ഐസും കട്ട ഇടൊന്നും വേണ്ട, ചാർജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യം ഒന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ ബിരിയാണി കൊണ്ടുവന്നിട്ടാ. അപ്പോൾ അതേ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വാ ഉറങ്ങാൻ പോയി. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.